സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വെക്റ്റർ സ്പേസുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ വെക്റ്റർ സ്പേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഡയമെൻഷനുള്ള ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത്. വി എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. വി ഈസ് എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. First one is vector addition and second one is scalar multiplication. ഈ രണ്ട് ഓപ്പറേഷൻസും ഈ വി എന്ന് പറയുന്ന സെറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് വിത്ത് സം പ്രോപ്പർട്ടീസ്. ഈ രണ്ട് ഓപ്പറേഷൻസും മൊത്തത്തിൽ ഒരു 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആക്സിയോം ആദ്യത്തെ 5 എണ്ണം വെക്റ്റർ അഡീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ബാക്കി വരുന്ന 5 എണ്ണം സ്കേലാർ മൾട്ടിപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുമാണ്. അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് നമ്മൾ വെക്റ്റർ സ്പേസ് ഈ വി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് രണ്ട് എലമെൻറ്റ്സ് എക്സും വൈയും എടുക്കുന്നു. Always it represented as by giving arrows. ഓക്കെ, ഡയമെൻഷൻ ഉള്ളതാണ്, വെക്റ്റർ സ്പേസ് എന്നാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മൾ എക്സ് വൈ എന്ന് പറയുന്ന എലമെൻറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ അതിന് മുകളിലൊരു ഏരോ മാർക്ക് ഇടും, അല്ലെങ്കിൽ എക്സിനെയും വൈനെ ഒന്ന് ഡാർക്കൺ ചെയ്തെഴുതും. ആ ഡാർക്കൺ ചെയ്തെഴുതുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഏരോ മാർക്ക് എഴുതും. ബിലോങ്സ് ടു വി. വെക്റ്റർ സ്പേസിൽ നിന്ന് എലമെൻറ്റ്സിനെ എപ്പോഴും ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സ് എടുത്താൽ ഓൾവേസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതും എവിടെ ഉണ്ടായിരിക്കണം? വി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഓപ്പറേഷൻ അനുസരിച്ച് ഏത് രണ്ട് എലമെൻറ്റ്സ് നമ്മൾ വി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ചൂസ് ചെയ്താലും അതിൻ്റെ പ്രൊഡക്റ്റ്, അതായത് എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓൾവേസ് ഇൻ വി. അങ്ങനെയുള്ള സെറ്റ് അത് ക്ലോസ്ഡ് എന്ന് പറയാം. ക്ലോസ്ഡ് പ്രോപ്പർട്ടി എന്നാണ് ഇതിനെ പറയുന്നത്, ക്ലോസ്ഡ് പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റിവിറ്റിയാണ്. കമ്മ്യൂട്ടേറ്റിവിറ്റി നമുക്ക് അറിയുന്നതാണ്. ഏത് രണ്ട് എലമെൻറ്റ്സ് എക്സും വൈയും നമ്മൾ ചൂസ് ചെയ്യുന്നു, ഫോർ എനി എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു വി, എക്സ് പ്ലസ് വൈ ഇസ് സെയിം ആസ് വൈ പ്ലസ് എക്സ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഈ എക്സ് പ്ലസ് വൈ ഉണ്ടെങ്കിൽ എന്തായാലും എന്തുണ്ടായിരിക്കും? എക്സ് പ്ലസ് വൈ വിയിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സും വൈയും വിയിലുള്ളതുകൊണ്ട് വൈ പ്ലസ് എക്സും എവിടെ ഉണ്ടായിരിക്കും? വിയിലുണ്ടായിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആളും റൈറ്റ് സൈഡിലുള്ള ആളും ഓൾറെഡി വിയിലുണ്ട്. പക്ഷേ ഇവരെന്തായാലും ഈക്വൽ ആയിരിക്കണമെന്നാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത്. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നമുക്കത് പറയുന്നതാണ്. 3 എലമെൻറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ്. ഈ രീതിയിൽ ബ്രാക്കറ്റ് ഇട്ടാലും, അതായത് ഇവരെ രണ്ടുപേരെയും ആദ്യം ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ പ്ലസ് സെറ്റ് ചെയ്താലും, എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കണം. ദിസ് ഈസ് ഏരോ മാർക്കാണ്. This is the associative property, the third property. Okay. Fourth property പറയുന്നത് നമ്മൾ ഒരു സീറോ വെക്റ്റർ എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. യുണീക്ക് ആയിട്ടുള്ള ഒരു സീറോ വെക്റ്റർ വിയിൽ എക്സിസ്റ്റ് ചെയ്യണം. ആ വെക്റ്ററിൻ്റെ പ്രത്യേകത, സീറോ എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം സീറോ വെക്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനി എലമെൻറ്റ് എക്സ് എടുത്താലും എക്സിൻ്റെ കൂടെ ഈ സീറോ വെക്റ്ററിനെ ഓപ്പറേറ്റ് ചെയ്താൽ എക്സ് എന്ന് പറയുന്ന വെക്റ്റർ തന്നെ കിട്ടണം. ഓക്കെ, ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സീറോ വെക്റ്റർ. സീറോ വെക്റ്ററിൻ്റെ പ്രത്യേകത ഇതാണ്. ആ ഒരു സീറോ വെക്റ്ററിൻ്റെ കൂടെ ഏതൊരു എലമെൻറ്റിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്താലും വെക്റ്റർ അഡീഷൻ നടത്തിയാലും സെയിം എലമെൻറ്റ് തന്നെ കിട്ടണം. ഈ രീതിയിൽ എന്തുണ്ടായിരിക്കണം? ഒരു യുണീക്കായിട്ടുള്ള, ഒന്നിൽ കൂടുതലൊന്നും ഉണ്ടാവരുത്, ഒരൊറ്റ സീറോ വെക്റ്റർ അവിടെ എക്സിസ്റ്റ് ചെയ്യണം. എക്സിസ്റ്റൻസ് ഓഫ് സീറോ വെക്റ്റർ, അതാണ് ഫോർത്ത് പ്രോപ്പർട്ടി. ഫിഫ്ത്ത് പ്രോപ്പർട്ടി പറയുന്നത് ഇൻവേഴ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ടായിരിക്കണം.
അതായത് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് വിയിലുണ്ടെങ്കിൽ then there exists an minus x in v such that അതെങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യുമ്പോൾ അറിയാം. എക്സ് പ്ലസ് മൈനസ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഈ പറഞ്ഞ സീറോ വെക്റ്റർ കിട്ടണം. രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ വെക്റ്റർ കിട്ടണം. അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ടേം എല്ലാ എലമെൻറ്റ്സിനും ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ നെഗറ്റീവ് വെക്റ്റർ എന്ന് പറയുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് വെക്റ്റർ. ഓക്കെ, ഇനി 5 പ്രോപ്പർട്ടീസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഈ 5 വെക്റ്റർ അഡീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി പറയാൻ പോകുന്ന 5 സ്കേലാർ മൾട്ടിപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് പറയുമ്പോൾ കെ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്കേലാർ, കോമൺലി ഇറ്റ് ബിലോങ്സ് ടു ആർ. കെ ഇസ് എ സ്കേലാർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഏതൊരു സ്കേലാർ കൊണ്ടും വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലെ ഏത് എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ എലമെൻറ്റ് വിയിൽ തന്നെ ഉണ്ടായിരിക്കും. If k is a scalar and x is a vector in V, then kx should be belongs to V. ഇതും ക്ലോസ്ഡ് പ്രോപ്പർട്ടി ഓഫ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. 7th പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കെ എന്ന് പറയുന്ന ഒരു സ്കേലാർ എടുത്തു, 2 വെക്റ്റേഴ്സ് നമ്മൾ എക്സും വൈയും എടുത്തു. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് കെ ഇൻറ്റു എക്സ് പ്ലസ് വൈ സെയിം ആസ് കെ എക്സ് പ്ലസ് കെ വൈ. ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇതിൽ 2 വെക്റ്റേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതേപോലെ തന്നെ 2 സ്കേലാർസിനെ കൺസിഡർ ചെയ്തിട്ടും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമുക്ക് പറയാം. ലെറ്റ് k1 ആൻഡ് k2 be 2 scalars, then k1 plus k2 into x is equal to k1x plus k2y. Sorry, x. This is also distributive property. ഇനി വേറെ ഒരെണ്ണം കൂടിയുണ്ട്, 9th one, k1 k2x. ഓക്കെ, ഈ രീതിയിൽ ചെയ്താലും ഇവിടേക്ക് ഉണ്ടേ ദിസ് ഇസ് ഈക്വൽ ടു k1 k2 x. ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാലും സെയിം ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഫൈനൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് എലമെൻ്റ് ഉണ്ടായിരിക്കണം. യൂണിറ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന ഒരു സ്കേലാർ എക്സിസ്റ്റ് ചെയ്യണം, സച്ച് ദാറ്റ് ആ 1നെ കൊണ്ട് ഏതൊരു വെക്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം വെക്റ്റർ തന്നെ കിട്ടണം. അങ്ങനെയുള്ള ഒരു 1 എവിടെ ഉണ്ടായിരിക്കണം? ഒരു സ്കേലാർ ആയിട്ടുള്ള ഒരു 1 അവിടെ എക്സിസ്റ്റ് ചെയ്യണം. ഇങ്ങനെ വരുന്ന 10 പ്രോപ്പർട്ടീസ് ഈ ഒരു പറയുന്ന വി എന്ന് പറയുന്ന സെറ്റ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ വി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ വി എന്ന് പറയുന്നത് എപ്പോഴും വെക്റ്റർ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അത് എഴുതുന്നത് ട്രിപ്ലറ്റ് ആയിട്ടാണ്. അതായത് വി എന്ന് പറയുന്ന സെറ്റ് എഴുതും, അതിൽ വരുന്ന വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെ ട്രിപ്ലറ്റ് ആയിട്ടാണ് പൊതുവേ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ 10 പ്രോപ്പർട്ടീസ്, 5 വെക്റ്റർ അഡീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും 5 സ്കേലാർ മൾട്ടിപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുമാണ് വരുന്നത്. ഓക്കെ, വെക്റ്റർ സ്പേസിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു 10 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ belongs to R2 such that അതിൻ്റെ പ്രത്യേകത എന്താ? എക്സ് ആൻഡ് വൈ ആർ ബിലോങ്സ് ടു ആർ. റിയൽ നമ്പേഴ്സ് ആയിട്ട് വരുന്ന എല്ലാ ഓർഡേർഡ് പെയർസിൻ്റെയും കളക്ഷനെയാണ് നമ്മൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അതിൽ സാധാരണ നമ്മുടെ അഡീഷൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന അഡീഷനും അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനുമാണ് ഡിഫൈൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് എക്സ് പ്ലസ് വൈ ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ R2വിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഡേർഡ് പെയർ ആയിട്ടാണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ x1 y1 ഇങ്ങനെയായിരിക്കും ഓർഡേർഡ് പെയർസ് ഉണ്ടാവുക. x1 y1 പ്ലസ്
x2 y2 എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? സാധാ നോർമൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് x1 പ്ലസ് x2 y1 പ്ലസ് y2. ദിസ് ഈസ് ദ നോർമൽ ഡെഫിനേഷൻ. അതുപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും നമുക്കറിയുന്നതാണ്. ഒരു a എന്ന് പറയുന്ന ഒരു സ്കേലാർ ഉണ്ട്. x1 y1 എന്ന് പറയുന്ന എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ax1 ay1. ഈ രീതിയിലാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഓപ്പറേഷൻസും വി എന്ന് പറയുന്ന സെറ്റിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു വെക്റ്റർ സ്പേസ് ആയിട്ട് മാറുന്നുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും അതിൻ്റെ അഡീഷൻ ചെയ്തിട്ടുള്ള എലമെന്റും എന്തിലുണ്ടോ, ഈ സെറ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ സെറ്റിൽ ഉണ്ടാവാനുള്ള പ്രോപ്പർട്ടി എന്താണ്? ഈ ഓർഡേർഡ് പെയറിലെ ഓരോരുത്തരും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ വെക്റ്റർ അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ x1 പ്ലസ് x2 y1 പ്ലസ് y2 എന്ന് പറയുന്ന എലമെന്റിനെ നോക്കാം. ആ എലമെന്റിൽ x1 x2 എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ. സോ x1 പ്ലസ് x2 ഈസ് ഓൾസോ ആൻ റിയൽ നമ്പർ. അതുപോലെ തന്നെ y1ഉം y2ഉം റിയൽ നമ്പേഴ്സ് ആണ്. സോ y1 പ്ലസ് y2 ഈസ് ഓൾസോ എ റിയൽ നമ്പർ. അഡീഷൻ ചെയ്താലും റിയൽ നമ്പർ തന്നെ കിട്ടാം. അപ്പോൾ ഈ ഓർഡേർഡ് പെയറിലെ രണ്ട് പേരും റിയൽ നമ്പേഴ്സ് ആണ്. സോ ദിസ് റിയൽ ഓർഡേർഡ് പെയർ ഈസ് ബിലോങ്സ് ടു ആർ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. അതിൻ്റെ റീസൺ ആണ് ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് കമ്മ്യൂട്ടേറ്റിവിറ്റി. അപ്പോൾ അത് നോക്കി നോക്കാം. x1 പ്ലസ് y1 x1 y1 പ്ലസ് x2 y2 ചെയ്തത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി തിരിച്ച് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് x2 y2 പ്ലസ് x1 y1. അത് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് എന്ന് നോക്കാം. ചെയ്യുമ്പോൾ എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു x2 പ്ലസ് x1 y2 പ്ലസ് y1 അല്ലേ. റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സിലെ കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട്. സോ വി ക്യാൻ ഓർഡർ മാറ്റി എഴുതാം. x1 പ്ലസ് x2 y1 പ്ലസ് y2 എന്ന് എഴുതാം. ബിക്കോസ് റിയൽ നമ്പേഴ്സ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് തിരിച്ചെഴുതാൻ പറ്റിയത്. സോ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഓൾസോ കമ്മ്യൂട്ടേറ്റീവ്. ആർ സ്ക്വയർ ഈസ് ഓൾസോ കമ്മ്യൂട്ടേറ്റീവ് എന്ന് കിട്ടും അല്ലേ. ഇത് തന്നെയാണ് എന്ത് x1 y1 പ്ലസ് x2 y2 ആയിട്ട് കിട്ടിയത്. അപ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഇതേപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താ പറയുക? x1 y1 പ്ലസ് x2 y2 പ്ലസ് x3 y3. മൂന്ന് എലമെൻറ്റ്സ് വേണം. ആദ്യത്തെ രണ്ട് പേരെയും കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നു. സോ വി ഗെറ്റ് x1 പ്ലസ് x2 y1 പ്ലസ് y2 പ്ലസ് x3 y3. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വീണ്ടും നമ്മുടെ സാധാ അഡീഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 y1 പ്ലസ് y2 പ്ലസ് y3 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ അടുത്തതും ചെയ്തു നോക്കാം. അതെന്താ വരുന്നത്? x1 y1 പ്ലസ് x2 y2 പ്ലസ് x3 y3. ഇത് രണ്ടും സെയിം ആയാൽ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറയാം അല്ലേ. അപ്പോൾ x1 y1 പ്ലസ് ഇവരെ രണ്ടുപേരും കൂടി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? x2 പ്ലസ് x3 y2 പ്ലസ് y3 എന്ന് കിട്ടുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇനി വീണ്ടും ഇവർ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 y1 പ്ലസ് y2 പ്ലസ് y3 എന്ന് കിട്ടുന്നു. ദീസ് ആർ സെയിം അല്ലേ. സോ ഇറ്റ്സ് ഫോളോസ് അസോസിയേറ്റിവിറ്റി. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ് എന്നുള്ളത് കിട്ടി. അപ്പോൾ മൂന്ന് കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞു. ഫോർത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് സീറോ വെക്റ്റർ എക്സിസ്റ്റ് ചെയ്യണം. സീറോ വെക്റ്റർ അതായത് ഏതൊരു xy എന്ന് പറയുന്ന എലമെൻറ്റിനെ കൊണ്ട് ഏതോ ഒരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഓർഡേർഡ് പെയർസ് ആയിട്ടാവും ഉണ്ടാവുക.
ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടണം? XY തന്നെ കിട്ടണം. അതാണ് സീറോ വെക്ടറിന്റെ പ്രത്യേകത. ഏതൊരു എലമെന്റിനെ കൺസിഡർ ചെയ്താലും വെക്ടർ അഡീഷൻ നടത്തുമ്പോൾ സെയിം എലമെന്റ് തന്നെ കിട്ടണം. അപ്പോൾ എക്സിന്റെ കൂടെ എന്തിനെ ആഡ് ചെയ്താലാണ് എക്സ് തന്നെ കിട്ടുക? ഏതാണ്? 0. അതേപോലെ വൈനെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് വൈ തന്നെ കിട്ടുക? 0. അപ്പോൾ ഈ 0 എന്ന് പറയുന്ന എലമെന്റിനെ ഏതൊരു വെക്ടർ വിയിലെ എലമെന്റ് കൊണ്ട് വെക്ടർ അഡീഷൻ നടത്തിയാലും we get xy സെയിം എലമെന്റ് തന്നെ കിട്ടും. സോ അവർ സീറോ വെക്ടർ ഈസ് ദ എലമെന്റ് 0 സീറോ വെക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 0 എന്ന് പറയുന്ന എലമെന്റിനെയാണ്. ദിസ് ഈസ് ദ സീറോ വെക്ടർ. ഇനി ഇതേപോലെ ഇൻവേഴ്സ് വേണം, അല്ലെ, ഒരു നെഗറ്റീവ് ടേം വേണം. അതിൽ പറഞ്ഞ പോലെ തന്നെ XY നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതോ ഒരു എലമെന്റിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ സീറോ വെക്ടർ. ഇവിടുത്തെ സീറോ വെക്ടർ ആരാ? 0 എന്ന് പറയുന്ന ആളാണ്. 0 കിട്ടണം. അപ്പോൾ എക്സിനെ എന്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്താലാണ് 0 കിട്ടുക? -x കൊണ്ട്, അല്ലേ? വൈനെ എന്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്താലാണ് 0 കിട്ടുക? -y. -x is 0, y minus y is 0. അപ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ഇത് വേണമെങ്കിൽ തിരിച്ചും എഴുതാം. -x minus y plus xy. We also get 0. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. നെഗറ്റീവ് വെക്ടർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇതൊക്കെയാണ് 5 വെക്ടർ അഡീഷന്റെ പ്രോപ്പർട്ടീസ് 5 സാറ്റിസ്ഫൈ ചെയ്തത്. ഇതേപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെയും 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? ക്ലോസ്ഡ് ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഏതൊരു എലമെന്റിനെ നമ്മൾ എടുത്താലും, അല്ലേ, അപ്പോൾ ഇതാണ് അതായിട്ട് വരുന്നത്. അപ്പോൾ എ ഒരു സ്കേലാറാണ്. ആ സ്കേലാറിനെ കൊണ്ട് ഏത് ഒരു എക്സും AX, AY ആണ് കിട്ടിയത്. X and Y are real numbers. So AX and AY are also real numbers. AX ഉം AY ഉം റിയൽ നമ്പർ ആണെങ്കിൽ AX, AY is belongs to R2. വേറെ രണ്ടും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഈ ഓർഡർഡ് പെയർ എവിടെ ഉണ്ടാവും? R2 ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലോസ്ഡ് പ്രോപ്പർട്ടി കഴിഞ്ഞു. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്കേലാർസിനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സ്കേലാർ A എടുത്തു, x plus y എന്ന് പറയുന്നത് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് വരുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ x ആയിട്ട് ഇവിടെ എന്തെടുക്കണം? x1 y1 plus x2 y2 എടുക്കണം. ദിസ് ഇസ് ഈക്വൽ ടു, സാധാരണ പോലെ ചെയ്യുമ്പോൾ എന്ത് വരും? x1 plus x2 y1 plus y2 എന്ന് എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു a into x1 plus x2 a into y1 plus y2. ആ എനെ നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, കാരണം റിയൽ നമ്പേഴ്സ് ആണ്. സോ വി ഗെറ്റ് ax1 plus ax2 ay1 plus ay2 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ax1 ay1 plus ax2 ay2. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇല്ലേ, അതായത് AX പ്ലസ് AY ചെയ്ത് നോക്കാം. അതും ഇതും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതേ വഴി ഇങ്ങനെ പോകുന്നു എന്ന് മാത്രം. ഇത് സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? എനെ പുറത്തേക്ക് എടുക്കാം. x1 y1 plus a into x2 y2. That is AX plus AY. അപ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, 2 വെക്ടേഴ്സ് വെച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി 2 സ്കേലാർസ് വെച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് 8th വൺ എന്ന് പറയുന്നത് 2 സ്കേലാർസ് A1 ഉം A2 ആ സ്കേലാർസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ A1 plus A2 എക്സ് വെക്ടർ ആയിട്ട് ഇവിടെ എടുക്കേണ്ടത് XY എന്ന് പറയുന്ന ഓർഡർഡ് പെയറിനെയാണ്. A1 plus A2 ആണ്. സോ അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? A1 plus A2 x, A1 plus A2 y എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സോ A1x plus A2x,
a1y പ്ലസ് a2y എന്ന് എഴുതാം. ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ a1x a1y പ്ലസ് a2x a2y എന്നാണ്. This is equal to a1 into xy plus a2 into xy. That is a1 vector x plus a2 vector x എന്ന് കിട്ടി. അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ട ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. 8th പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് പ്രോപ്പർട്ടി 9th പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. a1 a2 x a1 a2 xy is equal to a1 a2 x a1 a2y. This is equal to ഈ ബ്രാക്കറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. സോ a1 ഇൻറ്റു a2x a1 ഇൻറ്റു a2y എന്ന് ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് എഴുതി, അത് കുഴപ്പമില്ലല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു a1നെ പുറത്തേക്ക് എടുക്കുന്നു, a2x a2y അല്ലേ, അതായത് a1 ഇൻറ്റു a2 വെക്റ്റർ എക്സ്, അതാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താലും ഇങ്ങനെ ചെയ്താലും സെയിം ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്റ്ററിൻ്റെ എക്സിസ്റ്റൻസ് ആണ്. 10th പ്രോപ്പർട്ടി, അതായത് 1 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് എലമെൻറ്റിനെ എക്സ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 1 ഇൻറ്റു എക്സ് 1 ഇൻറ്റു വൈ, ദറ്റ് ഈസ് ഓൾസോ എക്സ് വൈ. ആ പ്രോപ്പർട്ടിയും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ 10 പ്രോപ്പർട്ടീസും ആർ സ്ക്വയർ എന്ന് പറയുന്ന സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് വിത്ത് നോർമൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ സോ വി ക്യാൻ സേ ദാറ്റ് ആർ സ്ക്വയർ ഈസ് എ വെക്റ്റർ സ്പേസ് വിത്ത് നോർമൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ആർ സ്ക്വയർ നമ്മൾ നോർമൽ അഡീഷനും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. എല്ലായ്പ്പോഴും ഈ അഡീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ അഡീഷൻ തന്നെ ആവണമെന്നില്ല. ജസ്റ്റ് ആൻഡ് സിമ്പിൾ ഒരു പ്രോപ്പർട്ടി, ഒരു ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യുന്നത് മാത്രമാണ് വെക്റ്റർ അഡീഷൻ അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നോർമലായിട്ട് വരുന്ന ഓർഡിനറി അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലായ്പ്പോഴും ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ്. വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. വി എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വി എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ സ്പേസ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിൽ അഡീഷനും അതുപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഡെഫിനിഷൻ പോലെയല്ല. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് എക്സും വൈയും വിയിൽ നിന്ന് നമ്മൾ എടുത്താൽ അതിലെ വെക്റ്റർ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ് എഴുതുന്നത് എക്സ് വൈ ആണ്. ദിസ് ഈസ് ദ വെക്റ്റർ അഡീഷൻ. ഓക്കെ, അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു കെ ആണ് നമ്മുടെ കെ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വേർ കെ ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. ഇനി നമ്മളിത് ഓരോ പ്രോപ്പർട്ടീസും പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ, എക്സും വൈയും ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു വി എന്ന് പറയുന്ന സെറ്റിൽ ഒരു എലമെൻറ്റ് ബിലോങ്സ് ആവാനുള്ള ബേസിക് കണ്ടീഷൻ ഈസ് ദറ്റ് എലമെൻറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് റിയൽ നമ്പർ എന്നുള്ളതാണ്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമേ വി എന്ന് പറയുന്ന സെറ്റിലുള്ളൂ. അപ്പോൾ എക്സും വൈയും ഓൾറെഡി പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. So xy is also a positive real number, therefore it belongs to V എന്ന് പറയാം. ഓക്കെ, എക്സും വൈയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. സോ xy is also a positive real number, therefore it belongs to V എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോസ്ഡ് പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എന്താണ്, എക്സ് വൈ എന്നാണ് കിട്ടുന്നത്. സോ അതാ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ എക്സ് വൈനെ വൈ എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, നമ്മുടെ റിയൽ നമ്പേഴ്സിൽ ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സോ എക്സ് വൈ സെയിം ആസ് വൈ എക്സ്.
So it can be written as vector y plus vector x എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം. So it is commutative. Next, associative. x plus y plus z അല്ലേ, this is equal to എന്ത് വരും, xy plus z എന്ന് വരുന്നു. So we get ഇതിനെ വീണ്ടും ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് വൈ സെറ്റ് എന്ന് വരുന്നു. ഇത് റിയൽ നമ്പേഴ്സ് ആണ്. സോ എങ്ങനെ എഴുതാം, എക്സ് ഇൻറ്റു വൈ സെറ്റ് എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ പ്ലസ് സെറ്റ്. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് വെക്റ്റർ പ്ലസ് വൈ പ്ലസ് സെറ്റ്. ആ മൾട്ടിപ്ലിക്കേഷൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ വെക്റ്റർ അഡീഷൻ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി എന്താ വേണ്ടേ, നമുക്കൊരു സീറോ വെക്റ്റർ എക്സിസ്റ്റ് ചെയ്യണം. അതായത് എക്സിനെ കൊണ്ട് ഏതോ ഒരു എലമെൻറ്റിനെ അഡീഷൻ ചെയ്തപ്പോൾ, പോസിറ്റീവ് റിയൽ നമ്പറിന് അഡീഷൻ ചെയ്തപ്പോൾ എന്താ കിട്ടുന്നത്, എക്സ് തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ ശരിക്കും എക്സ് ഇൻറ്റു എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് വേണം അല്ലേ, ഈ എഴുതുന്ന എലമെൻറ്റ് വേണം, അതിവിടെ എഴുതാൻ പാടില്ല. ദാറ്റ് മീൻസ് ദാറ്റ് എലമെൻറ്റ് ഈസ് 1. 1 is a positive real number, so 1 is positive real number, therefore it belongs to V. അപ്പോൾ എക്സ് പ്ലസ് 1 ചെയ്താൽ എന്ത് തന്നെയാണ് കിട്ടുന്നത്, വെക്റ്റർ എക്സ് മാത്രമാണ് കിട്ടുന്നത് അല്ലേ, എക്സ് മാത്രമാണ് കിട്ടുന്നത്. 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ് തന്നെ അവിടെ കിട്ടി. സോ അവർ സീറോ വെക്റ്റർ എന്ന് പറയുന്നത് 1 ആണ്. റിയൽ നമ്പർ 1 ആണ് നമ്മുടെ സീറോ വെക്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ്, അതായത് ഒരു നെഗറ്റീവ് ടേം അവിടെ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ എക്സിനെ കൊണ്ട് ഒരു മൈനസ് എക്സ് ഇൻവേഴ്സ് സച്ച് ദാറ്റ് എന്താണ് വേണ്ടത്, സീറോ വെക്റ്റർ എന്ന് പറയുന്നത് 1 കിട്ടണം. അപ്പോൾ 1 കിട്ടണമെങ്കിൽ ആലോചിക്കുക, 2 മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ മൈനസ് എക്സിനെ നമ്മൾ ബി ആയിട്ട് വിചാരിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് പ്ലസ് ബി എന്ന് പറയുമ്പോൾ അതെന്താണ് വരുന്നത്, എക്സ് ബി ആണ്. ഇറ്റ്സ് 1. എക്സ് ബി 1 ആവണമെങ്കിൽ ബി എന്തായേ പറ്റൂ, 1/x ആയേ പറ്റൂ. സോ ദ നെഗറ്റീവ് വെക്റ്റർ ഈസ് 1/x. ഓക്കെ, 1/x ആയാൽ മാത്രമാണ് എക്സ് പ്ലസ് മൈനസ് എക്സ് എന്ന് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 1/x എന്ന് എഴുതി നമുക്ക് 1 എന്ന് പറയുന്ന റിയൽ നമ്പർ കിട്ടുള്ളൂ. സോ ദ നെഗറ്റീവ് വെക്റ്റർ ഈസ് 1/x. ഓക്കെ, അപ്പം അത് കിട്ടി. ഇനി ഇതേപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ ചെയ്യണം. സ്കേലാർ മൾട്ടിപ്ലിക്കേഷന് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആവുക എന്നുള്ളതാണ്. ഒരു സ്കേലാറിനെ എന്താ നമ്മൾ എഴുതുന്നത്, എങ്ങനെയാണ് ഡെഫിനേഷൻ വരുന്നത്, കെ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു കെ എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. ആ പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെ ഏത് പവർ എടുത്താലും, ഇപ്പോൾ കെ നെഗറ്റീവ് ആയാൽ കൂടെ, കെ എന്ന് പറയുന്നത് ജസ്റ്റ് എ റിയൽ നമ്പർ മാത്രമേ പറഞ്ഞുള്ളൂ, പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടില്ല. കെ ഈസ് ജസ്റ്റ് എ റിയൽ നമ്പർ. അപ്പോൾ എക്സിൻ്റെ ഏത് പവർ എടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് ഇറ്റ്സ് ഓൾസോ എ പോസിറ്റീവ് നമ്പർ അല്ലേ. ബിക്കോസ് ഇപ്പോൾ നോക്കിയേ, നമ്മൾ 3 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. 3⁻⁻1 ചെയ്ത് കഴിഞ്ഞാൽ 1/3 കിട്ടാൻ പോകുന്നത്. ഇറ്റ്സ് ഓൾസോ എ പോസിറ്റീവ് റിയൽ നമ്പർ. അപ്പോൾ പവറിൽ നെഗറ്റീവ് വന്നു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ എടുക്കുന്ന എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ എക്സ് ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ, കെ ഈസ് എനി റിയൽ നമ്പർ, ബട്ട് എക്സ് റേസ് ടു കെ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. എക്സ് റേസ് ടു കെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. സോ ഇറ്റ്സ് ബിലോങ്സ് ടു വിയിൽ ഉണ്ടായിരിക്കും. പോസിറ്റീവ് റിയൽ നമ്പർ ആയതുകൊണ്ട് എക്സ് റേസ് ടു കെ ഈസ് ഓൾസോ ബിലോങ്സ് ടു വി. ദെർഫോർ ഇറ്റ് ഈസ് ക്ലോസ്ഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് ഇത് 6th പ്രോപ്പർട്ടിയാണ്. 7th പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്കേലാർ എടുത്തിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കെ എന്ന് പറയുന്ന ഒരു സ്കേലാർ എടുത്തു, എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയല്ലല്ലോ, എക്സ് റേസ് ടു
k അങ്ങനെയല്ലേ x raised to k that is x raised to k into y raised to k that is equal to x raised to k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k into vector x അല്ലേ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ x raised to k എന്ന് പറയുന്ന വെക്റ്റർ പ്ലസ് y raised to k എന്ന് പറയുന്ന വെക്റ്റർ this is equal to what is x raised to k it is k into vector x plus k into vector y ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാം സോ ഇറ്റ്സ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് കിട്ടും ഇതേപോലെ 8th ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും k1 k2 x അല്ലേ k1 plus k2 x that is equal to എന്താ വരിക x raised to k1 plus k2 this is equal to x raised to k1 into x raised to k2 this is equal to k vector x into k vector k1 vector x plus k2 vector x this is equal to a distributive property I this is the distributive property k1x plus k2 vector x this is the distributive property into എന്ന് പറയുന്നത് ഇവിടെ അഡീഷൻ ആണ് അതാണ് ആലോചിക്കേണ്ടത് പവർ എന്ന് പറയുന്നതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ 8ാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു 9th പ്രോപ്പർട്ടിയും ഇതേപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം k1 k2 vector x this is equal to k1 into x raised to k2 this is equal to അല്ലേ x raised to k2 എന്ന് വരും ഇനി എന്താ വരുന്നത് ഇതിൻ്റെ വീണ്ടും പവർ സോ raised to k1 that is x raised to k2 k1 okay അപ്പോൾ x raised to k2 k1 എന്ന് വന്നു ഇതിനെ നമുക്ക് തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല പവറിൽ k1 k2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല this is equal to ഇതിനെ ഒന്ന് ബ്രാക്കറ്റൈസ് ചെയ്യാം അപ്പോൾ x raised to k1 നെ നമുക്ക് എങ്ങനെ എഴുതാം k1 vector x എന്ന് എഴുതാം all raised to k2 this is equal to k2 into k1 vector x ഈ രീതിയിലാണ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ ഈ രീതിയിൽ എഴുതാം അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം k1 k2 vector x എന്ന് എഴുതാം k1 k2 vector x ഇതിൽ വേണമെങ്കിൽ ഈ രീതിയിൽ എഴുതാം ഏത് രീതിയിൽ എഴുതിയാലും 9th പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് എലമെന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് 1 എന്ന് പറയുന്ന എലമെന്റ് 1 എന്ന് പറയുന്ന സ്കേലാർ എലമെന്റ് കൊണ്ട് എക്സിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക സോ വി ഗെറ്റ് x raised to 1 x raised to 1 is x that is vector x തന്നെ അവിടെ കിട്ടുന്നു that is 10 പ്രോപ്പർട്ടിയും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു ഒരു വെക്റ്റർ സ്പേസ് ആവാനുള്ള 10 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു അപ്പോൾ അതാണ് പറഞ്ഞത് ഈ പ്ലസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർമൽ അഡീഷൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല അത് ജസ്റ്റ് ഡിനോട്ട്സ് എൻ ഓപ്പറേഷൻ അത്രയേ ഉള്ളൂ പ്ലസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ അതുപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും അതൊരു ഡിനോഷൻ മാത്രമാണ് അത് നമ്മുടെ സാധാരണ നോർമൽ മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ ആവണമെന്ന് നിർബന്ധമില്ല ഓക്കെ താങ്ക് യു